ശ്രീകൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കർമ്മയോഗം. നമ്മൾ കർമ്മയോഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ നല്ലോണം പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരുന്നതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ പകർത്താൻ സാധിച്ച് പതുക്കെ നമുക്ക് മനഃശുദ്ധി ഉണ്ടാവണേ. അങ്ങനെ ഭഗവാനിൽ എത്താൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം. എന്തായാലും ഓക്കെ. നമ്മളപ്പോൾ കഴിഞ്ഞിലിപ്പോൾ നമ്മൾ ഈ സാഖ്യബുദ്ധി ഒന്നും കൂടി ഓർമ്മിക്കാനാണ് കേട്ടോ. സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും പറഞ്ഞു. സാഖ്യബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോധവും ജഡവും മാത്രമേ ഉള്ളൂ. ജ്ഞാനയോഗം തന്നെയാണ് അല്ലേ? അതായത് ബോധത്തിൽ പൊന്തിമറയുന്ന ദൃശ്യങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ. എല്ലാം അപ്പിയറൻസാണ്. ശരിക്ക് ബോധം മാത്രമേ ഉള്ളൂ എന്നുള്ള ആ അദ്വൈത ജ്ഞാനം, അതാണ് സാഖ്യയോഗം. അതും പറഞ്ഞു ഭഗവാൻ. പിന്നെ യോഗബുദ്ധി പറഞ്ഞു. യോഗബുദ്ധി വെച്ചാൽ എന്താ? സ്വധർമ്മം അനുഷ്ഠിക്കുക. ഇത് രണ്ടുമാണ്. യോഗബുദ്ധി പറഞ്ഞു വെച്ചാൽ നമ്മുടെ എന്താ എല്ലാറ്റിനെയും ഒരുപോലെ സഹിക്കുക. അതാണല്ലോ നമ്മൾ പറഞ്ഞത് ഇക്വാണിമിറ്റി ഓഫ് ദ മൈൻഡ്. എന്ത് ഓപ്പോസിറ്റ്സിന് ജീവിതത്തിൽ വരുമ്പോഴും ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ, ഏതിനെയും നമ്മൾ ഒരേപോലെ അഭിമുഖീകരിക്കുക എന്നുള്ളതും കർമ്മം യോഗബുദ്ധിയോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ സ്വധർമ്മം അനുഷ്ഠിക്കുക, ഈശ്വരാർപ്പണമായിട്ട് ഫലാപേക്ഷ ഇല്ലാതെ. ഇതാണ് നമ്മൾ ഈ യോഗബുദ്ധി. ശരിക്കും യോഗബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? യോഗം വെച്ചാൽ സമത്വമാണല്ലോ. അപ്പോൾ സമത്വം യോഗ ഉച്ചതേ. അപ്പോൾ നമ്മളെ എല്ലാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സന്ദർഭങ്ങളെയും സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കലാണ് ശരിക്കും യോഗബുദ്ധി. അങ്ങനെ നമ്മൾ കർമ്മ അനുഷ്ഠിക്കണം യോഗബുദ്ധിയോടുകൂടി. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? പിന്നെ നമ്മൾ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണമൊക്കെ പറഞ്ഞു 2-ാമത്തേൽ അല്ലേ? എന്നിട്ട് പിന്നെ ഭഗവാൻ ജ്ഞാനയോഗത്തിൻ്റെ മഹത്വം പറഞ്ഞു. ഒരുപാട് മഹത്വം പറഞ്ഞു ഭഗവാൻ ഇല്ലേ? ജ്ഞാനം തന്നെ. ജ്ഞാനമല്ലാണ്ട് അജ്ഞാനം മാറ്റാൻ വഴിയില്ല. അപ്പം ജ്ഞാനത്തിൽ എത്ര വരെയുള്ളതൊക്കെയാണ് ബുദ്ധിമുട്ട്. പക്ഷേ ജ്ഞാനം തന്നെയാണ് അൾട്ടിമേറ്റ്ലി. ജ്ഞാനയോഗത്തിൻ്റെ മഹത്വം പറഞ്ഞു. അപ്പോൾ എന്താണ്? വേദങ്ങളിലത്തെ പോലെ തന്നെയാണ് ഗീതയിൽ. എന്താ പറയുക? വേദങ്ങളിൽ ആദ്യം പിന്നെ കർമ്മകാണ്ഡം, പിന്നെ 2-ാം ഭാഗം ബ്രാഹ്മണങ്ങൾ, ഉപാസന അങ്ങനത്തെ ഒക്കെ പറയണത്, 3-ാം ഭാഗം ജ്ഞാനം. അങ്ങനെയാണ് കർമ്മകാണ്ഡവും പിന്നെ ഈ ഉപാസനകളെപ്പറ്റി പറയണത് ബ്രാഹ്മണം എന്ന് പറയണത്, പിന്നെ ഉപനിഷത്തുകൾ ജ്ഞാനവും. അങ്ങനെ 3ആണല്ലോ. അതേപോലെ തന്നെയാണ് ശരിക്ക് ഗീതയിലും അതേപോലെയാണ്. ഭഗവത്ഗീത അതെ. എന്താ പറയുക? ആദ്യത്തെ ഭാഗത്തിൽ കർമ്മയോഗ സാഖ്യം പറഞ്ഞു വെച്ചാലും കർമ്മയോഗത്തിനെ പറ്റിയാണ് കൂടുതലും. പക്ഷെ അതിൽ ഭക്തി വരും എന്ന് മാത്രം. 2-ാം ഭാഗത്തിൽ ഭക്തിയോഗമാണ്, അതിൽ കർമ്മവും വരും. 3-ാമത്തേൽ ജ്ഞാനയോഗമാണ്. അങ്ങനെ തന്നെയാണ് ഏകദേശം പറയണത്. പക്ഷേ കർമ്മയോഗത്തിൽ ഭക്തിക്ക് സ്ഥാനമുണ്ട്. ഭക്തി അടങ്ങിയിരിക്കുന്നു കർമ്മയോഗത്തിൽ. ഭക്തിയോഗത്തിൽ കർമ്മയോഗത്തിൽ ഭക്തി ജ്ഞാനവും അടങ്ങും. ഭക്തിയോഗത്തിൽ പിന്നെ ഭക്തിയോഗത്തിൽ കർമ്മവും ജ്ഞാനവും അടങ്ങും. കർമ്മയോഗത്തിൽ ഭക്തി ജ്ഞാനവും അടങ്ങും. ജ്ഞാനയോഗത്തിൽ കർമ്മവും അടങ്ങും. അങ്ങനെയാണ് എല്ലാം ഇടകലർന്നിട്ടാണ്, തന്നെയല്ല. അതൊക്കെയാണ് ഗീതയിൽ നമുക്ക് ഗീതയിലും അതുപോലെ പറയണം. അപ്പോൾ ഇനി ഇപ്പോൾ ഗീതയുടെ വളരെയധികം ഭഗവാൻ വളരെയധികം ജ്ഞാനയോഗത്തിനെ പറ്റി പ്രശംസിച്ച് പറഞ്ഞു. ജ്ഞാനമല്ലാണ്ടൊരു വഴിയില്ല, അജ്ഞാനം മാറ്റാൻ ഇരുട്ടിനെ വെളിച്ചമല്ലാതെ മാറ്റില്ല എന്നുള്ള പോലെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നാച്ചുറലി എന്താണ്, അർജുനൊരു സംശയമുണ്ട്. ഓക്കെ, ഞാനാണ് സുപ്പീരിയർ കർമ്മത്തിനേക്കാളും എന്നങ്ങ് പറഞ്ഞുല്ലോ. എന്നാൽ പിന്നെ എന്താ ഇപ്പം എന്നോട് യുദ്ധം ചെയ്യാൻ പറയണത്? ഇപ്പം എന്നോട് പറയണു യുദ്ധം ചെയ്യൂ, അത് കർമ്മല്ലേ? എന്നിട്ട് എന്നോട് പറയണു ഞാനാണ് ഏറ്റവും വലിയ യോഗം എന്നും പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്നോട് കർമ്മമാണ് അനുഷ്ഠിക്കാൻ പറയണത്. അപ്പോൾ ഐ ആം കൺഫ്യൂസ്ഡ് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് ഇനി 3-ാം അധ്യായം നമ്മൾ തുടങ്ങണത്. അപ്പോൾ അവിടെയാണ് ഇനിയിപ്പോൾ നമ്മളൊക്കെ 3-ാം അധ്യായമാണ് ഇനിയിപ്പോൾ നമ്മൾ ആക്ച്വലി
അർജുനൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് 3-ാം അധ്യായം നമ്മൾ ആക്ച്വലി തുടങ്ങണത് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് 3-ാം അധ്യായം ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. എന്താണ് ആദ്യത്തെ ശ്ലോകം? ധ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദനാം തത് കിം കർമ്മണി. അർജുനോവാച എന്ന് ഞാൻ വായിക്കാൻ മറന്നു കേട്ടോ. അർജുനോവാചയാണ്. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ ജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. എന്താ ചോദിക്കണം അറിയോ? നമുക്കും തന്നെ ചോദിക്കാൻ തോന്നുന്നുണ്ട് അതല്ലേ. ഞാനാണ് ഏറ്റവും കേമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളോട് നിങ്ങൾക്കൊക്കെ കർമ്മവാസന ഉണ്ടാവുകൊണ്ട് കർമ്മം ചെയ്തോളൂ പറയണുണ്ടേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജ്ഞാനത്തിലെത്താൻ നമുക്കൊരു. അതേപോലെ അർജുൻ തന്നെ പറയണേ, ഞാനാണ് കർമ്മം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ എന്താ പറയണമെന്നാണ്. നോക്കാം. ഹേ ജനാർദ്ദന, അല്ലയോ ജനാർദ്ദന, അർജുൻ പറയാണ്, കർമ്മണഹ, കർമ്മത്തേക്കാൾ ബുദ്ധി, ഇവിടെ ബുദ്ധിച്ച ജ്ഞാനം പിന്നെ ജായസി, എത്രയോ അധികം ശ്രേഷ്ഠാണെന്ന് തേ, അങ്ങയുടെ മത ചേത്, അങ്ങയുടെ അഭിപ്രായം അതാണെങ്കിൽ, ജ്ഞാനമാണ് കർമ്മത്തിനേക്കാൾ എത്രയോ ശ്രേഷ്ഠം എന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ, തത്, അപ്പം പിന്നെ, ഹേ കേശവ, ഭഗവാനെ കേശവ, കിം, എന്തിനാണ്, ഘോരാകർമ്മണി മാം നിയോജയസി, എന്നാ പിന്നെ എന്നെക്കൊണ്ട് എന്തിനാണ് ഈ ഘോരകർമ്മമാകുന്ന യുദ്ധം ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? അതായത് അങ്ങ് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ കർമ്മത്തെക്കാളും ഞാനാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞു. അതാണ് അങ്ങയുടെ അഭിപ്രായം വെച്ചാൽ പിന്നെ ഭഗവാനെ എന്തിനാ എന്നെക്കൊണ്ട് ഈ വളരെ ഹിംസാത്മകമായിട്ട് അല്ലേ ആയിട്ടുള്ള ഈ കർമ്മത്തെ എന്നെക്കൊണ്ട് എന്തിനാ ചെയ്യിക്കണമെന്നാണ് സാധാരണ നിലയ്ക്കൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവാം ഇല്ലേ. അതാണപ്പോൾ ഇപ്പം മുക്തിക്ക് ജ്ഞാനം കൊണ്ടേ മുക്തി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പറഞ്ഞ അവസ്ഥയ്ക്ക് ഞാനപ്പോൾ കർമ്മം ചെയ്യാതെ ജ്ഞാനത്തിന് ശ്രമിക്കല്ലേ വേണ്ട എന്നാണ്. കർമ്മത്തേക്കാൾ ശ്രേയസ്കരാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയല്ലേ വേണ്ടെന്ന് ചോദിക്കുകയാണ്. അതാണ് ഇപ്പം ഇതിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് എന്താ വ്യാഖ്യാതാക്കളൊക്കെ പറയണമെന്ന് നോക്കാം. പിന്നെ ഒരു സാധാരണ വളരെ ഒരു പിന്നെ നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയം തന്നെയാണ്. പിന്നെ ശരിക്കും പറയാച്ചാൽ സാഖ്യബുദ്ധി യോഗബുദ്ധി ഇല്ലാണ്ടേയും യോഗബുദ്ധി സാഖ്യബുദ്ധി ഇല്ലാണ്ടേ പറ്റില്ല. പക്ഷേ ഒരു നമ്മളെ സാധാരണ ഒരു ലൗകികനായിട്ടൊരു സാധാരണക്കാരന് അവരോട് യോഗബുദ്ധി പ്രകാരം കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞതും അങ്ങ് ശരിയാണെന്ന് എനിക്ക് വയ്ക്കാം. പക്ഷേ എൻ്റെ പട കർമ്മം കില്ലിങ്ങാണ്. എനിക്ക് വധിക്കുകയാണ് വേണ്ടത്. ഹിംസയാണ് അപ്പോൾ ഇവിടെ എൻ്റെ സ്വധർമ്മം. ഹിംസിക്കുക വേണ്ടത്. അപ്പോൾ എൻ്റെ ബന്ധുക്കളെയും പിതാമഹനെയും ഗുരുവിനെയൊക്കെ കൊല്ലാനല്ലേ ഇപ്പോൾ. അതെങ്ങനെയാണ് എനിക്ക് ശ്രേയസ്കരായിട്ട് ഭവിക്കുക? അതാണിപ്പോൾ അറിയാത്തത്. അത് അങ്ങനെ പറഞ്ഞു തരൂ. അങ്ങ് പറഞ്ഞത് വിശ്വാസമില്ല എന്നല്ല, പക്ഷേ എനിക്ക് കൺഫ്യൂസ് ഒരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുകയാണ് എന്ന് പറയുകയാണ്. അത് പരസ്പര വിരുദ്ധമായിട്ടാണല്ലോ ഭഗവാൻ എനിക്ക് പറഞ്ഞു തരണതെന്ന് തോന്നുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പക്ഷേ എന്തായാലും ശരിക്കും കാരണം എന്താ വെച്ചാൽ നോക്കൂ, പിന്നെ അർജുനന് കർമ്മവാസന നശിച്ചിട്ടില്ല. മാത്രമല്ല അർജുനൻ്റെ പ്രാരബ്ധം അനുസരിച്ചിട്ട് ക്ഷത്രിയൻ ആയിട്ട് കുറച്ച് കാലം കൂടിയും ക്ഷത്രിയധർമ്മം ചെയ്ത് ജീവിക്കണം എന്നാണ് പ്രാരബ്ധം. പക്ഷേ അർജുനൊരു ഭാഗ്യം കിട്ടി. ആ പ്രാരബ്ധം അവനോന് വന്ന പ്രാരബ്ധം ഈശ്വരാർപ്പണമായിട്ട് ചെയ്തിട്ട് മോക്ഷത്തിലേക്ക് നയിക്കാനുള്ള, കാരണം ഒരു നല്ല കാര്യത്തിനുള്ള യുദ്ധമാണ്, ധർമ്മയുദ്ധമാണ്, വെറുതെയുള്ള യുദ്ധമല്ല. അപ്പം ഭാഗ്യത്തിന് ശരിക്കും പറയാച്ചാൽ അർജുനൻ അത്ര പിന്നെ ഭാഗ്യവാനാണ്. കാരണം യുദ്ധം ചെയ്യേണ്ടതാണ്, ശരിയാണ്, ക്ഷത്രിയനാണ്, കർമ്മവാസം നശിച്ചിട്ടില്ല, യുദ്ധം ചെയ്യണം, അതാണ് സ്വധർമ്മം. പക്ഷേ ആ ഒരു തൻ്റെ സ്വധർമ്മം ആവുന്ന യുദ്ധം ലോക നന്മയ്ക്കായിട്ട് സാധിക്കുന്ന ഒരു അവസരം കിട്ടി. ആർക്ക്? ഇപ്പോൾ പിന്നെ
പിന്നെ അർജുനെ, അതായത് അവനവൻ്റെ പ്രാരബ്ധം ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാറായി. ഇപ്പം ചിലപ്പോൾ അങ്ങനെ അല്ലാണ്ടേ ഉണ്ടാവുമല്ലോ. പ്രാരബ്ധം എന്തായാലും നമുക്ക് ചെയ്താലേ പറ്റൂ, അനുഭവിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അർജുനൻ അത്ര ഇവിടെ ഭാഗ്യവാനാണ്. ഭഗവാനെ അടുത്ത് കിട്ടിയെന്നുള്ളതിനും അതും ഇങ്ങനൊരു ധർമ്മയുദ്ധത്തിനാണ് ഭഗവാൻ പ്രേരിപ്പിക്കണം എന്നുള്ളതും വളരെ ഭാഗ്യമല്ലേ. അപ്പോൾ ശരിക്കും പറയാച്ചാൽ ഭഗവാൻ ഇതിലിപ്പോൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ, അപ്പോൾ അർജുനൻ്റെ സംശയം എന്താ വെച്ചാൽ, ഞാൻ ഈ ധർമ്മയുദ്ധം ചെയ്താലും അത് ഒരു കൊല്ലലുമൊക്കെ അല്ലേ, അപ്പോൾ അത് ജ്ഞാനത്തിലേക്ക് എന്നെ നയിക്കില്ലോ എന്നാണ്. അപ്പോൾ ഭഗവാൻ പറയാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മളുടെ സ്വധർമ്മം അവോയ്ഡ് ചെയ്തിട്ടല്ല, അതിനെ ഒഴിവാക്കിയിട്ടല്ല, പക്ഷേ ഞാനല്ല ചെയ്യണമെന്നുള്ള ഭാവത്തോടെ ചെയ്യുക വേണ്ടതെന്നുള്ളതിലേക്കാണ് വരണത്. ഇപ്പം അർജുനൻ്റെ സ്വധർമ്മം ഒഴിവാക്കിയാൽ പാപമാണത്. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലണ ജോലിയാണ് ഇനിയിപ്പോൾ ഉള്ളത്. എന്നാൽ എങ്ങനെ അതിൻ്റെ പാപവും കർമ്മബന്ധനവും ഇല്ലാണ്ടേക്കാം? നോട്ട് ബൈ അവോയ്ഡിങ് ദ ആക്ഷൻ ഓഫ് സ്വധർമ്മം, ബട്ട് ബൈ റിനൗൺസിയേഷൻ ഓഫ് ദ ഡൂവർഷിപ്പ്. ഞാൻ ചെയ്യുകയാണെന്നുള്ള ഭാവമില്ലാതെ വേണ്ടൂ എന്നാണ്. അപ്പോൾ ആ ഞാൻ എന്ന അഹങ്കാരം ഉണ്ടല്ലോ, അത് ശരിക്കുള്ള ആത്മാവിലങ്ങോട്ട് ലയിക്കും. അത് ചെറിയ ഞാൻ വലിയ ഞാനിലങ്ങോട്ട് ലയിക്കും, ആ കർത്തൃത്വം വിട്ടാലേ. അതാണ് നമ്മുടെ അഹങ്കാരം അങ്ങോട്ട് ഹോമിക്കണം ആത്മാവിലേക്ക്, എന്നാൽ പിന്നെ കർത്തൃത്വമില്ല. അതന്നെയാണ് ഞങ്ങളാണ് വരണത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചോദിച്ചു, അച്ഛൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ ഞാൻ അതിനെപ്പറ്റി ഭഗവാൻ എന്ത് വിചാരിക്കുന്നു എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ച് രണ്ടിലേക്ക് പോവാം. അപ്പോൾ ഇത് നമുക്കും കൂടിയുള്ള ആൻസറാണ്, കാരണം നമുക്കൊക്കെ കർമ്മവാസന ഉണ്ട്. അപ്പോൾ നമുക്കും കൂടി തരാൻ പോണ ആൻസറാണ് എന്തായാലും. ഒരു ശ്ലോകം കൂടിയും അർജുനൻ്റെയാണ്, പിന്നെ മൂന്നാമത്തെ ഭഗവാൻ ഉത്തരം പറയുള്ളൂ കേട്ടോ. ജായസി ചേത് ആയത്തൊന്നുകൂടി വായിക്കാം. ജായസി ചേത് കർമ്മണസ്തേ മാതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം. ഈ ഘോര കർമ്മം എന്തിനാ എന്നെ കൊണ്ട് ചെയ്യിക്കണം? നിയോജയസി കേശവ, എന്നെ അതിനെ എന്തിനു നിയോഗിക്കുന്നു? ശരിയല്ലേ? ഞാനാണ് ചെന്നാൽ ഞാൻ ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോയാൽ പോരെ എന്നാണ് ചോക്കാം. രണ്ടാമത്തെ ശ്ലോകം അർജുനൻ്റെ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. പാവം, ഞാൻ കൺഫ്യൂസ്ഡായി എന്ന് സമ്മതിക്കുന്നുണ്ട് അർജുനൻ ശരിക്കും. എന്താ പറഞ്ഞ? വ്യാമിശ്രേണ ഇവ, ഈ എനിക്കിങ്ങനെ സംശയമുണ്ടാക്കത്ത വിധത്തിലുള്ള, വ്യാമിശ്രേണ മിശ്രം എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവണം നമ്മുടെ അർത്ഥം. അപ്പോൾ എനിക്ക് സംശയത്തെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൊണ്ട് മേ എൻ്റെ ബുദ്ധിയെ മോഹയസി ഇവ, മോഹിപ്പിക്കുന്ന പോലെ തോന്നുന്നു. അതായത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകളാണപ്പോൾ ഭഗവാൻ പറയണത്. ആ കൺഫ്യൂഷൻ കാരണം ഞാൻ മോഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിയും തെറ്റും ഏതാണെന്ന് പറയണില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. കാരണം കോൺട്രഡിക്ടറിയാണ്, പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. അതാണ് പറയണത്. ഏന എന്തുകൊണ്ട്, ശ്രേയ മോക്ഷത്തെ അഹം ഞാൻ ആപ്നുയാം, എങ്ങനെയാണ് ഭഗവാനെ എനിക്ക് മോക്ഷത്തിലേക്കുള്ള വഴി എങ്ങനെയാണ്? ഞാൻ എങ്ങനെ മോക്ഷം കൈവരിക്കും? എനിക്ക് എങ്ങനെ ആത്മസാക്ഷാത്കാരം സാധിക്കും? തദ് ഏകം, അതൊന്നിനെ നിശ്ചിത്യ, അതെന്താണെന്ന് നല്ലോണം ആലോചിച്ചിട്ട് നിശ്ചയിച്ചിട്ട് വധ പറഞ്ഞാലും. പാവം കൺഫ്യൂസ്ഡായി, നമ്മളൊക്കെ കൺഫ്യൂസ്ഡ് ആവണ പോലെ നമുക്കും പറയുമ്പോൾ തോന്നൂലോ. ബോധം മാത്രമേ ഉള്ളൂ, അന്ന് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് അത് അംഗീകരിച്ചിട്ട് നമുക്ക് ഈ വ്യവഹാരത്തിലൊന്നും പറ്റില്ല നമ്മൾ വിചാരിച്ചാൽ, നമുക്ക് അറിയാമെച്ചാലും. അതുപോലെയാണ് ഇപ്പോൾ അർജുനൻ പറയണത്. എനിക്ക് കൺഫ്യൂഷനായിരിക്കണം, അതെങ്ങനെ ഞാൻ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന. അതാണ് ഈ സംശയത്തിനെ ഉണ്ടാക്കണ പോലത്തെ വാക്കാണ് അങ്ങ് പറയണത്. എൻ്റെ ബുദ്ധി എങ്ങനെ കംപ്ലീറ്റ്ലി ഭ്രമിച്ചിരിക്കുകയാണ്. അതായത് ഏതാ ശരി ഏതാ തെറ്റ്, എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാതിരിക്കേണ്ടത് അറിയാണ്ടേണു. അതുകൊണ്ട്
എനിക്ക് മോക്ഷം എങ്ങനെ ആയാലാണോ എനിക്ക് മോക്ഷം ലഭിക്കുക, അതെന്താന്ന് അങ്ങനെ ആലോചിച്ച് നിശ്ചയിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുമെന്ന് പറയുകയാണ്. എൻ്റെ ബുദ്ധി അത്ര വലിയ ബുദ്ധിയൊന്നുമല്ല ഭഗവാനെ, അത് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരൂ. ഇപ്പം പറഞ്ഞതൊക്കെ എനിക്ക് സംശയം, അല്ലെങ്കിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല, എനിക്ക് അത് വ്യക്തത വന്നിട്ടില്ല. എൻ്റെ മോഹത്തെ മുഴുവൻ കളഞ്ഞ് ഏതാണ് എനിക്ക് മോക്ഷത്തിന് വേണ്ട ശ്രേയസ്കരമായ വഴിയെന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന്. അത്രയേ ഉള്ളൂ ശരിക്കും. പത് രണ്ടും അർജുനൻ്റെ ചോദ്യമാണല്ലോ. അപ്പോൾ പിന്നെ എന്താണ്, പക്ഷെ ഒന്നുണ്ട്, ചിലപ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻ നമുക്ക് നല്ലതാട്ടോ. എന്നാൽ നമ്മൾ ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി കുറച്ച് പരിശ്രമിക്കുമല്ലോ. മറ്റൊക്കെ മനസ്സിലായി എന്നാണ് തോന്നണം. വെച്ചാൽ നമ്മൾ പിന്നെ മനസ്സിലായിട്ടുമില്ല. അപ്പോൾ നമ്മൾ പറയുമല്ലോ, മനസ്സിലാവാത്തതും കൂടി മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടി മനസ്സിലാവാണ്ടേ എന്ന് പറയുമല്ലോ നമ്മളല്ലേ. അത് ശരിയാ. മനസ്സിലായി എന്ന് വെറുതെ തോന്നുകയാണെന്ന് വെച്ചാൽ ഒരു കാര്യമില്ലേ. അപ്പം നമുക്ക് ഇടയ്ക്ക് സംശയങ്ങൾ ഉണ്ടാവണതും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതൊക്കെ ശരിക്കും കൺഫ്യൂഷൻ എന്നുള്ളത് അല്ലെങ്കിൽ സംശയം എന്നുള്ളത് ചിലപ്പോൾ വളരെ നല്ലതാണ്. അതൊന്നും ഇല്ലെങ്കിലാണ്. ശരിയാണ്, നമുക്കൊരു വിഷമാണ് ക്ലാരിറ്റി വരാഞ്ഞാലേ, നമുക്ക് ആ വ്യക്തത വരാഞ്ഞാൽ വിഷമമുണ്ട്. പക്ഷെ ആ പെയിൻ നല്ലതാണ് ഒരു നിലയ്ക്ക്. എന്താ പറയുക, നമ്മളെ കുറച്ചും കൂടി അറിയാൻ പിന്നെ കുറച്ചും കൂടി അതിനെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അതാണ് ഭഗവാനോട് പറയണത്, എനിക്ക് അറിയണമെന്നുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രണ്ട് വായിച്ച് ഭഗവാന്റെ ഉത്തരത്തിലേക്ക് പോവാം, അതായത് ആൻസറിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ രണ്ട് വായിക്കാം. വ്യാമീശ്വരം നമ്മളെപ്പോലെ തന്നെയാണ് കേട്ടോ. നമുക്കും പലപ്പോഴും എത്ര കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടല്ലേ. പിന്നെ നമുക്ക് അങ്ങനെ ഭഗവാൻ പറഞ്ഞ തന്നെ വായിച്ച് നമുക്ക് ക്ലാരിറ്റി വരണം അല്ലേ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ഇനി നമുക്ക് നോക്കാം ഭഗവാന്റെ ഉത്തരം നോക്കാം കേട്ടോ. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനം കർമ്മയോഗേന യോഗിനം. അപ്പോൾ ഭഗവാന്റെ ഉത്തരം നമുക്ക് അർത്ഥം നോക്കാം. ഭഗവാൻ പറഞ്ഞു എന്ത്? ഹേ അനഘ, എന്താ? പാപമില്ലാത്തവനേ. അഖം ച പാപാണ്, അനഘൻ ചാൽ പാപരഹിതൻ എന്നർത്ഥം. ഹേ പാപരഹിതനായിട്ടുള്ള അർജുന, ഇതിൻ്റെ മുമ്പത്തെ അധ്യായത്തിൽ ഇതിന് മുമ്പത്തെ അധ്യായത്തിൽ എന്താണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ സാഖ്യാനാം എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾക്ക്, അതായത് നല്ല മനഃശുദ്ധി വന്ന് ജ്ഞാനം ഉദിച്ചവർക്ക് കേട്ടോ. സാഖ്യാനാം ജ്ഞാനയോഗ, അതായത് ഒരുമാതിരി നല്ല മനസ്സ് നല്ല ചിത്തശുദ്ധി വന്ന് ജ്ഞാനം ഉദിക്കാറായവർക്കെന്നും പറയാം. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ജ്ഞാനത്തിനുള്ള പക്വത വന്നവർക്കാണ് സാഖ്യയോഗം. അവർക്കാണ് സാഖ്യന്മാരെ പറഞ്ഞു വെച്ചാൽ ഒരുമാതിരി ബോധവും ജഡവും മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ ജഡം അസത്യമാണ്, ബോധം മാത്രമേ ഇവിടെ സത്യമുള്ളൂ. നല്ലോണം ക്ലാരിറ്റി വന്നിട്ട് മനസ്സ് നല്ല വൈരാഗ്യമൊക്കെ വന്നിട്ട് നല്ല മനസ്സ് ചിത്തശുദ്ധി വന്ന ഒരാളെയാണ് അവിടെ സാഖ്യൻ എന്ന് പറയുന്നത്. അവർക്ക് എങ്ങനത്തെയാണ്? അതായത് ഓൾമോസ്റ്റ് ജ്ഞാനം ഉദിക്കാറായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് ജ്ഞാനയോഗം. പിന്നെയോ യോഗിന, അതായത് കർമ്മം ചെയ്ത് ചിത്തശുദ്ധി വന്ന് പിന്നെ പതുക്കെ അങ്ങനെ ചിത്തശുദ്ധി വരുത്തി പിന്നെ അതിൽ ജ്ഞാനം ഉദിക്കേണ്ട ആവശ്യമുള്ള ആ ആൾക്കാർക്ക് ജ്ഞാനം എത്തിയിട്ടില്ല അവർ. അങ്ങനെയുള്ള കർമ്മയോഗികൾക്ക് കർമ്മയോഗവും നിഷ്കാമകർമ്മം, അതായത് ഫലാപേക്ഷ ഇല്ലാതെ കർമ്മം കൊണ്ടുള്ള ദ്വിവിധ, അങ്ങനെ രണ്ട് വിധമാണ് നിഷ്ഠ. അങ്ങനെ രണ്ട് വിധത്തിലുള്ള ആളാണ് യോഗ ഉള്ളതെന്ന് പറയുകയാണ്. മയ, എന്നാൽ പറയപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് നിനക്ക്, അതാണ് ഭഗവാൻ പറയുന്നത്, ഇതിനു മുമ്പ് നിനക്ക് ഞാൻ കർമ്മബുദ്ധിയും
അല്ല യോഗബുദ്ധിയും സാങ്ക്യബുദ്ധിയും നിനക്ക് പറഞ്ഞു തന്നൂലോ ഇതിനു മുമ്പ് ഇല്ലേ? ദ്വിവിധാനിഷ്ഠ പറഞ്ഞില്ലേ? 2 types ഓഫ് ആൾക്കാരുണ്ട്, ആത്മസാക്ഷാത്കാരത്തിന് ആഗ്രഹിക്കണവർ. അത് ഞാൻ മുമ്പ് പറഞ്ഞു നിന്നോട്, മീൻസ് കഴിഞ്ഞ ചാപ്റ്ററിലേ പറഞ്ഞു. എന്താ വെച്ചാൽ നല്ലോണം ആത്മാനാത്മവിവേകമുള്ളവർക്കാണ് എന്ത്, ഏതാണ് നിത്യം, ഏതാ അനിത്യം, ഏതാ ആത്മാവ്, ഏതാ അനാത്മാവ്, അങ്ങനെയുള്ളവർക്ക് ജ്ഞാനയോഗത്തിലേക്ക് നേരെ കിടക്കാം. അത് നല്ല വ്യക്തമായിട്ട് അറിയണ ആൾക്കാർക്ക്, നല്ല ബോധ്യം എന്ന ആൾക്കാർക്ക് എന്താ ആത്മാവും അനാത്മാവും, അതിനാണ് ആത്മാനാത്മവിവേകം. അതുള്ളവർക്കും നിത്യാനിത്യ വിവേകം എന്നൊക്കെ പറയാം. അതുള്ളവർക്കാണ് ഭഗവാൻ പറയാണ് ജ്ഞാനയോഗം. മറ്റതോ അവർക്ക് മോക്ഷം ആഗ്രഹിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യണോ, മോക്ഷം തന്നെയാണ് അവരുടെ ആഗ്രഹം കേട്ടോ, പക്ഷേ കർമ്മങ്ങൾ ചെയ്യേണ്ട കർമ്മവാസന തീർന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്കാണ് കർമ്മയോഗം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എന്ന് പറയണം. ചിലർ കഴിഞ്ഞ പൂർവ്വജന്മങ്ങളിലത്തെ പുണ്യം കൊണ്ടേ ഈ നിത്യാനിത്യ വിവേകമോ അല്ലെങ്കിൽ ആത്മാനാത്മ വിവേകമോ, ദ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ പൂർണ്ണമായിട്ടും ജനിക്കും. ചിലർ സുഹൃതം കൊണ്ടേ, പഴയ എന്താണ് പൂർവ്വജന്മങ്ങളിൽ നിന്നുള്ള സുഹൃതം കൊണ്ട് ആ അറിവോടുകൂടി ജനിക്കും. ഇപ്പോൾ രമണ മഹർഷിയൊക്കെ അങ്ങനെയാണേ. അപ്പോൾ പിന്നെ അവർക്ക് പിന്നെ കർമ്മയോഗമൊന്നും വേണ്ട, നേരെ ജ്ഞാനയോഗത്തിലേക്ക് പോവാം ആത്മസാക്ഷാത്കാരം കിട്ടാനായിട്ട്. അപ്പോൾ അവർ ജനിച്ചു കഴിഞ്ഞിട്ട് അധികം താമസിയാതെ തന്നെ സന്യസിക്കും. എന്നിട്ട് ശരിക്കും ജ്ഞാനയോഗം അനുഷ്ഠിച്ചാൽ അങ്ങോട്ട് ആത്മസാക്ഷാത്കാരം കിട്ടും. കാരണം ആത്മസാക്ഷാത്കാരം കിട്ടാറായിരിക്കണം അവർക്ക് പൂർവ്വജന്മത്തിലത്തെ നല്ല പ്രവൃത്തികളെ കൊണ്ട് അത്ര സുഹൃതം ഉണ്ടാവുന്നുണ്ട്. അപ്പം പിന്നെ അവർക്ക് സമത്വ യോഗമൊക്കെ നോക്കി സ്ഥിതപ്രജ്ഞന്മാരായി ശരിക്കും മോക്ഷത്തിലേക്കാണ് കിടക്കാൻ പറ്റും. പക്ഷേ സാധാരണക്കാർ, മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അവർ നമ്മൾ കർമ്മവാസനയോട് കൂടിയിട്ടാണ് ഇപ്പോൾ അർജുനനടക്കം ജനിക്കണത്. അപ്പം അവർക്ക് നിത്യാനിത്യ വിവേകമൊക്കെ അറിയാം എന്താണെന്നേ ഉള്ളൂ, ഒന്നും ഉറച്ചിട്ടില്ല. അപ്പോൾ കർമ്മവാസന നല്ലോണം ഉണ്ടേനും. അപ്പം പിന്നെ ഈ കർമ്മവാസനയാണ് പ്രധാനമായിട്ടുള്ള ഒരു വിഘ്നം അതിലേക്ക് പോവാനേ. അപ്പോൾ അതൊക്കെ തത്വങ്ങളൊക്കെ വായിച്ചാലും എന്തായാലും നമുക്ക് ആ സമത്വബുദ്ധി ഉണ്ടല്ലോ, സമത്വം യോഗ വിച്ചതേ പറഞ്ഞ സമത്വബുദ്ധിയിലേക്ക് എത്താൻ അത്ര എളുപ്പമല്ല. അങ്ങനെയുള്ളവർക്കാണ് കർമ്മയോഗം വിധിച്ചിരിക്കണതേ. അതായത് അപ്പം പിന്നെ ഒന്നേ നിവൃത്തിയുള്ളൂ, കർമ്മം ചെയ്യുക. എന്നിട്ട് പിന്നെ എന്താണ്, നമുക്ക് പതുക്കെ ആ കർത്തൃത്വം ഇല്ലാതെ ഈശ്വരൻ്റെ കയ്യിലത്തെ ഒരു ഉപകരണമാണെന്ന് വിചാരിച്ച് ഈശ്വരാർപ്പണമായിട്ട് ഫലാപേക്ഷ ഇല്ലാതെ ചെയ്ത് നമുക്ക് അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ. ഇപ്പം അർജുനനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ശരിക്കും ഓൺലി എലിജിബിൾ ഫോർ കർമ്മയോഗ അല്ലേ? കർമ്മവാസന ഉണ്ട്. നമ്മളൊക്കെ അതെ, കർമ്മവാസന ഉള്ളിടത്തോളം കാലം നമുക്ക് കർമ്മയോഗത്തിന് അർഹതയുള്ളൂ. ജ്ഞാനയോഗത്തിലേക്ക് നേരെ പോകാൻ പറ്റില്ല. അപ്പം എന്നാൽ അതുപോലെയാവും, മനസ്സിലാവാത്തതും കൂടി മനസ്സിലായി പറഞ്ഞാൽ മനസ്സിലായതും കൂടി, അപ്പോൾ നമ്മളെവിടെ എത്തില്ലയാണ്. അപ്പം അതാണ് അതായത് അർജുനൻ ഒരു ജ്ഞാനിയായിട്ട് ജനിച്ചിട്ടില്ല, ഇപ്പോഴും ഒരു ക്ഷത്രിയൻ്റെ കർമ്മവാസന ഉണ്ട്. അതുകൊണ്ടാണ് കർമ്മയോഗം ഇനി പറയാൻ പോണത് കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ശ്ലോകത്തിൽ പിന്നെ അർജുനന് സന്യാസം നേരെ എടുക്കരുതേ, എന്നിട്ട് ജ്ഞാനം മാർഗത്തിലേക്ക് പോരുതേ. അതാണല്ലോ ഒരു ക്വസ്റ്റ്യൻ്റെ കുറച്ചൊരു സംശയം. അതാണല്ലോ ഞാൻ നേരെ എന്തിനാ എന്നോട് ഈ പിന്നെ യുദ്ധം ചെയ്യാൻ പറയണത്, എനിക്ക് ജ്ഞാനത്തിലേക്ക് പോകാൻ ശ്രമിച്ചുകൂടെ എന്നല്ലേ. അപ്പോൾ അതാണ് ഞാൻ അടുത്തതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പം നമ്മളെവിടെ നിൽക്കണമെന്നനുസരിച്ചിട്ടാണ് ഭഗവാൻ പറയണത് ഇന്ന വഴി ഫോളോ ചെയ്യുമെന്ന്. എല്ലാവർക്കും എല്ലാ വഴിയും പറ്റില്ലേ. അത് നമ്മളൊക്കെ ഓരോരുത്തർ എവിടെ നിൽക്കണു, ഏത് ലെവലിലാണ്, ഏതവസ്ഥയിലാണെന്നനുസരിച്ചിട്ടാണ്. ഇപ്പോൾ കർമ്മവാസന നശിക്കാത്തവർക്ക് അർജുനന് ഉപദേശിച്ചത് തന്നെ ഫോളോ ചെയ്താൽ മതി പറയുകയാണ് ഭഗവാൻ. അപ്പോൾ നമുക്ക് 3 വായിച്ച് 4 കൂടി വായിക്കാൻ നോക്കാം കേട്ടോ. ശ്രീ ഭഗവാൻ വാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ, 2 തരാണെന്ന്, ജ്ഞാനയോഗവും കർമ്മയോഗവും. പുരാ പ്രോക്താമയാനഖ, ഞാൻ മുമ്പ് പറഞ്ഞുല്ലോ, ജ്ഞാനയോഗേന സാഖ്യാനം, വിവേകം വന്നവർക്ക് ജ്ഞാനയോഗവും, കർമ്മയോഗേന യോഗിനാം, കർമ്മവാസന വിട്ടുപോകാത്തവർക്ക് കർമ്മയോഗവും. ഇനി
ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അപ്പം നമുക്ക് നോക്കാം ഏത് 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. പുരുഷൻ മീൻസ് നമ്മൾ ആൾക്കാർ കർമ്മങ്ങളുടെ അനാരംഭാൽ ചെയ്യാത്തത് കൊണ്ട്, അതായത് മനുഷ്യൻ കർമ്മങ്ങൾ ആരംഭിക്കാത്തത് കൊണ്ട് പറഞ്ഞു വെച്ചാൽ ചെയ്യാത്തത് കൊണ്ട്, അനാരംഭം വെച്ചാൽ ആരംഭിക്കുന്നില്ല പറഞ്ഞാൽ ചെയ്യാൻ പുറപ്പെടുന്നില്ല എന്ന് അല്ലേ. മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യാൻ പുറപ്പെടാത്തത് കൊണ്ട് നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള നൈഷ്കർമ്മ്യം എപ്പോഴാണ്? ജ്ഞാനം ഉദിക്കുമ്പോഴാണ്. അപ്പം അവനവൻ ചെയ്യണു എന്നുള്ള ഭാവമില്ല, അതാണ് നൈഷ്കർമ്മ്യം. അല്ലാണ്ട് നമ്മളൊരു പണി എടുക്കില്ല, ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കൽ നൈഷ്കർമ്മ്യമല്ല. മനസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട് ദേഹം കൊണ്ടില്ലെങ്കിലും. ശരിക്കും നൈഷ്കർമ്മ്യം ആർക്കുള്ളത്? ഒരു ജ്ഞാനിക്ക് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ഒരിക്കലും ഞാൻ ചെയ്യുകയാണ്, ഐ ആം ദ ഡൂവർ എന്നുള്ള വിചാരമില്ല. അപ്പം പിന്നെ കർമ്മമില്ല. എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ നടക്കണു, അത്രയേ ഉള്ളൂ. അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാതിരിക്കാം. ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ ചെയ്യല്ല, അവർ ആത്മാവായിട്ട് നിന്നിട്ട് ഈ ദേഹം ചെയ്യണത് കാണണേ ഉള്ളൂ. വെറും വിറ്റ്നസ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും നൈഷ്കർമ്മ്യാവസ്ഥ ജ്ഞാനികൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയണത്. നമ്മൾ കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യാൻ പുറപ്പെടാതിരുന്നത് കൊണ്ട് നമ്മൾക്ക് നൈഷ്കർമ്മ്യം കിട്ടണില്ല. അത് നൈഷ്കർമ്മ്യമല്ല, അത് നമ്മളെ ദേഹം കൊണ്ട് ചെയ്യണില്ല എന്നേ ഉള്ളൂ. മനസ്സൊക്കെ നമ്മുടെ പ്രവർത്തിക്കുന്നുണ്ട്, അത് കാര്യമില്ല എന്നാണ്. ന അശ്നുതേ, നമ്മൾ ജ്ഞാനത്തെ പ്രാപിക്കുന്നില്ല ഒന്നും ചെയ്യാണ്ടിരുന്നോണ്ട്. പിന്നെയോ സംന്യസനാൽ ഏവ, ചിത്തശുദ്ധി വേണ്ടത്ര ഇല്ലാതെ കർമ്മത്തിനെ മുഴുവൻ വിട്ട് സന്യസിക്കാന്ന് നടിച്ചാലും സിദ്ധിം മോക്ഷത്തെ ന ച സമധിഗച്ഛതി കിട്ടില്ല എന്ന്. ഭഗവാൻ എന്താ പറഞ്ഞ വെച്ചാൽ, ഒരാൾ കർമ്മം അനുഷ്ഠിക്കാതിരുന്നാൽ അയാൾക്ക് ഞാൻ ഒന്നും ചെയ്യണില്ല, ഒരു കാര്യമില്ല. മനസ്സും കൂടി, അതായത് കംപ്ലീറ്റ്ലി ചിത്തശുദ്ധി വന്ന ഒരാൾക്കേ അത് ജ്ഞാനിക്കേ പറ്റുള്ളൂ ചെയ്യാണ്ടിരിക്കാൻ. നൈഷ്കർമ്മ്യം ജ്ഞാനിക്ക് മാത്രം. അപ്പോൾ ഭഗവാൻ പറയണത്, ഞാനൊരു പുതിയതായിട്ട് ഒന്നിനും പുറപ്പെടില്ല, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാലും അയാൾ നൈഷ്കർമ്മ്യമല്ല, അയാൾക്ക് ജ്ഞാനമില്ല. ഒരു കർമ്മങ്ങളെയും അനുഷ്ഠിക്കാതിരുന്നാൽ അത് നിന്നെ ജ്ഞാനത്തിലേക്ക് നയിക്കില്ല. ചിത്തശുദ്ധി ഇല്ലാതെ കർമ്മം നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ആ സമയമാകുമ്പോൾ തന്നെ കർമ്മം വേണ്ട വയ്ക്കാൻ പാടുള്ളൂ, എന്നാലും മോക്ഷത്തെ പ്രാപിക്കില്ല എന്നങ്ങട് ശരിക്കും ക്ലിയറായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതായത് അത് വിചാരിക്കേണ്ട അർജുന, അതുകൊണ്ടാണ് നീയിപ്പോൾ യുദ്ധം ചെയ്യാണ്ടിരുന്നാലും സന്യസിക്കാൻ പറഞ്ഞാൽ അവിടെ പോയിരുന്നാലും നിൻ്റെ മനസ്സിൽ ഇതുണ്ട്, അയ്യോ ഞാൻ യുദ്ധം ചെയ്യായിരുന്നു, അവരൊക്കെ ഞങ്ങളെ ചതിച്ചു യുദ്ധം ചെയ്യായിരുന്നു, ആ ദുഷ്ടന്മാരെ കൊന്നിട്ട് നല്ല ആൾക്കാർക്ക് ആൾക്കാർക്ക് സ്വൈരത്തിന് രാജ്യം ആവാർന്നു. ഇതിങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ലേ. അല്ലെങ്കിൽ വേറൊന്നും, അല്ലെങ്കിൽ അയ്യോ എനിക്ക് രാജ്യം നഷ്ടപ്പെട്ടുല്ലോ, എനിക്കിങ്ങനൊരു വിധി വന്നുല്ലോ. മനസ്സ് പ്രവർത്തിക്കേണ്ട നൈഷ്കർമ്മ്യമല്ല. അതാണ് പറയണത്. സന്യാസിയായിട്ട് അതുകൊണ്ടാണ് അത് ചെയ്തിട്ട് കാര്യമില്ല പറയാണ്. അതായത് മായ ഈ കർമ്മത്തിനെ നമ്മുടെ ബ്രഹ്മത്തിൽ അധ്യാരോപം എന്ന് പറയും, സൂപ്പർ ഇമ്പോസ് ചെയ്തൊക്കെയാണ്. സോ നമുക്ക് സെൽഫ് റിയലൈസേഷൻ വന്നാൽ മാത്രമേ, അതായത് നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ മാത്രമേ നമുക്ക് എല്ലാ കർമ്മങ്ങളെയും ബന്ധിക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് പറ്റും, അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി ഞാൻ ചെയ്യുക ഭാവമില്ലാതെ സാധിക്കും. അത് ശരിക്കും ഒരു ബ്രഹ്മനിഷ്ഠന് അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞന് മാത്രമേ പറ്റുള്ളൂ. എപ്പോഴും ആത്മാവിൽ തന്നെ വർത്തിക്കുന്ന ആൾക്കേ പറ്റുള്ളൂ നൈഷ്കർമ്മിയെ. ഭഗവാൻ പറയണത് എന്താ വെച്ചാൽ, ജസ്റ്റ് കാര്യങ്ങൾ ചെയ്യാതിരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് കർമ്മസന്യാസം അല്ലാതെ, അജ്ഞാനത്തോട് കൂടിയിട്ടല്ലാതെ കർമ്മസന്യാസം ഒരു കാര്യമില്ല എന്ന്. ജ്ഞാനം ഉദിച്ചിട്ട് കർമ്മം സന്യസിക്കുക മീൻസ് ഉപേക്ഷിക്കുക. സർവ കർമ്മ പരിത്യാഗം ചെയ്യാൻ പറ്റണം. എങ്ങനെ? അത് ജ്ഞാനം ഉദിച്ചവർക്കേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മോക്ഷം കിട്ടും. അല്ലെങ്കിൽ നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞു വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾക്ക്
ശരിക്കും ജ്ഞാനം കിട്ടൽ തന്നെയാണ്. അല്ലാണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നാലൊന്നും നൈഷ്കമ്യം കിട്ടില്ല, അതായത് ആ ജ്ഞാനം ആവില്ല. ഇപ്പോൾ വലിയ വലിയ ജീവൻ മുക്തന്മാരൊക്കെ ബോഡിയിലിരിക്കുമ്പോഴും അത് അവർക്ക് പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർക്ക്. പിന്നെ അതായത് അവർ പൂർണ്ണ കണ്ടൻറ്റഡാണ്. ഇനി അവർക്കൊരു ആഗ്രഹങ്ങളില്ല. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടു. അപ്പോൾ അവർക്ക് കർമ്മം ചെയ്യാനുള്ളൊരു വ്യഗ്രതയില്ല, ശരിക്കന്നെ ഇല്ല. അതുകൊണ്ടാണ്. അപ്പം ജ്ഞാനിയാലേ പറ്റുള്ളൂ, അതാണ്. അപ്പോൾ അവരുടെ ആനന്ദം പൂർണ്ണമാണ്, കണ്ടൻറ്റാണ്. ഇനി ഒരു എർജും ഇല്ല ഒന്നും കിട്ടാനോ ഒന്നും കൂടി മുമ്പിലേക്ക് പോകാനോ. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ജ്ഞാനയോഗം പറ്റുള്ളൂ. അല്ലാത്തവർക്ക് കർമ്മം ചെയ്ത് അവരുടെ നിലയിൽ എത്തണം. അവരെങ്ങനെ എത്തിച്ചാൽ പോകാൻ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഈ ജന്മം ചിലരെ കാണാം അങ്ങനെയെന്ന് മാത്രം. സോ പിന്നെ എനിക്കൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. ഞാനൊരു കാര്യം തുടങ്ങി, ഞാൻ അത് വേണ്ടാച്ചു, അപ്പം എനിക്ക് നല്ല സന്യാസം ഇല്ല. അത് മനസ്സിലുള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം എന്താ ഭഗവാൻ പറയണേ? ആദ്യം കർമ്മം ചെയ്യൂ, അതിൻ്റെ പിന്നിലുള്ള മനോഭാവം മാറ്റൂ, എന്നിട്ട് തന്നെ പ്രകൃത്യാ നമ്മൾ നൈഷ്കർമ്മ്യ സ്ഥിതിയിൽ എത്തിയാലേ നമ്മൾക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വായിച്ച് നിർത്താം. അനാരംഭം, അതായത് കർമ്മം തുടങ്ങില്ല വെച്ചിട്ട് കാര്യമില്ല എന്ന്. നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നച സന്യസനാദ് ഏവാ സിദ്ധിം സമധിഗച്ഛതി. കർമ്മത്തിനെ സന്യസിച്ചിട്ടും നമുക്ക് കിട്ടില്ല, കർമ്മം ചെയ്യാതിരുന്നിട്ടും കാര്യമില്ല, ഒരു കർമ്മം ചെയ്യണതൊന്നും ആരംഭിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. നമുക്ക് അടുത്തത് 5 പിന്നെ അടുത്തത് ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമസ്താപരാധം ക്ഷമസ്വമേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരപ്പാ ശരണം.